പല ആളുകൾക്കും കാലിൽ നീര് വരും. കാലിലെ നീര് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ചില ആളുകൾക്കെങ്കിൽ അത് ഹാർട്ടിന്റെ പ്രശ്നം കൊണ്ടാവാൻ സാധ്യതയുണ്ട്. പലപ്പോഴും നമ്മളത് ശ്രദ്ധിക്കൂലല്ലേ. ഹാർട്ടിന്റെ കാരണം കൊണ്ടാണോ കാലിന്റെ നീര് വരുന്നത് എന്നറിയാൻ നമുക്ക് വീട്ടിൽ വെച്ച് തന്നെ ചെയ്യാവുന്ന ചില കാര്യങ്ങളുണ്ട്, ചില പൊടിക്കൈകളുണ്ട്. നിങ്ങളത് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ കാലിലെ നീര് ഹാർട്ടിൻ്റെതാണോ അല്ലേ എന്നുള്ളത് നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അത് എന്തൊക്കെയെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ ഒരു ശാസ്ത്രം എന്താണെന്ന് അറിയാം. നമുക്ക് കാലിലെ നീര് വരുന്നത് പലപ്പോഴും ഹാർട്ടിന്റെ പമ്പിങ് കുറയുന്നുണ്ടായിരിക്കും, അതല്ലെങ്കിൽ ഹാർട്ട് ഫെയിൽ ആവുന്നുണ്ട്. ഈ നീരിനൊരു പ്രത്യേകത ഉണ്ട്. ഇത് ഗുരുത്വാകർഷണമായിട്ട് ബന്ധപ്പെട്ടാണ്. ശരീരത്തിലെ ഏത് ഭാഗമാണോ ഏറ്റവും താഴ്ന്നിരിക്കുന്നത് അവിടെ നീര്, അതുകൊണ്ടാണ് പലപ്പോഴും ഇത് കാലിലായിട്ട് അടിഞ്ഞു. ഹാർട്ടിന്റെ നീരിന്റെ ഒന്നാമത്തെ ക്ലൂ രണ്ട് കാലിനും ഒരുമിച്ച് നീര് വരുന്നുള്ളതാണ്. ഒരു കാലിന് മാത്രമായിട്ട് നീരുണ്ടെങ്കിൽ അത് പലപ്പോഴും ഹാർട്ടിന്റെ നീരാവാനുള്ള സാധ്യത. രണ്ടാമത്തെ ഒരു പ്രത്യേകത സമയം അനുസരിച്ച് ഈ നീരിൽ വരുന്ന മാറ്റമാണ്. എന്ന് വെച്ചാൽ പലപ്പോഴും രാവിലെ നമ്മൾ എണീക്കുമ്പോഴേക്കൊക്കെ നീര് കുറെ വലിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷെ വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്ക് നമ്മൾ കുറെ നേരം നിൽക്കുന്നതുകൊണ്ടും ഇരിക്കുന്നതുകൊണ്ടും കാലിൽ നീരുണ്ടാവും. മൂന്നാമത്തെ ഒരു പ്രത്യേകത, ഹാർട്ടിന്റെ നീരുള്ള ആള് അതിന്റെ കൂടെ പലപ്പോഴും നടക്കുമ്പോൾ കിതപ്പ് സംഭവിക്കും. അതുപോലെ തന്നെ രാത്രി സമയത്ത് കൂടുതലായിട്ട് മൂത്രമൊഴിക്കാൻ നീക്കേണ്ടതായിട്ടുണ്ട്. ഇനി നിങ്ങൾ കാലിലെ നീര് ചെക്ക് ചെയ്യാൻ റെഡി ആയിക്കോളൂ. എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ തള്ളവിരൽ കൊണ്ട് കാലിലെ നീരിന്റെ ഭാഗത്ത് ഒരു 5 സെക്കൻഡ് തുടർച്ചയായിട്ട് പിടിക്കുക. ഹാർട്ടിന്റെ നീരാണെങ്കിൽ നിങ്ങൾ കൈ എടുത്തു കഴിഞ്ഞാൽ കുറച്ചധികം നേരം ആ കുഴി അവിടെ തന്നെ ഉണ്ടാവും. ഇതിന് നമ്മൾ പിറ്റിംഗ് എഡീമ എന്ന് പറയും. ഹാർട്ടിൻ്റെതല്ലാത്ത നീരാണെങ്കിൽ നമ്മൾ കൈ എടുത്ത ഉടനെ തന്നെ പലപ്പോഴും ആ കുഴി നീർന്നു വരും. മറ്റൊരു കാര്യം നിങ്ങൾക്ക് ചെയ്യാവുന്നത് സോക്സ് ഉപയോഗിച്ച് നോക്കുക. നിങ്ങൾ സോക്സ് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ കുറെ നേരം കഴിഞ്ഞ് നിങ്ങൾ നോക്കുമ്പോൾ ആ സോക്സിന്റെ ടൈറ്റായ ഭാഗത്ത് മുഴുവൻ കുഴിഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ, അത് കുറെ നേരത്തേക്ക് തുടരുന്നുണ്ടെങ്കിൽ അത് ഹാർട്ടിന്റെ നീരാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മറ്റൊരു ക്ലൂ ഷൂ ഉപയോഗിക്കുമ്പോഴാണ്. എന്ന് വെച്ചാൽ ഷൂ ഇടുന്ന സമയത്ത് തുടക്കത്തിൽ സുഖമായിട്ട് നമുക്ക് പാകമായിട്ട് ഷൂ ഇടാൻ പറ്റും. പക്ഷേ വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്ക് ഷൂ ആകെ ടൈറ്റ് ആയിട്ടുണ്ടാവും. ഇത് ഹാർട്ടിന്റെ നീരുള്ളവർക്ക് സംഭവിക്കുന്ന ഒരു കാര്യം. ഇനി നിങ്ങൾ എന്താണ് ചെയ്യുക? നിങ്ങൾക്ക് 2 കാലിലും നീരുണ്ട്, അത് കുറെ കാലമായിട്ടുണ്ട്, അതിൻ്റെ കൂടെ കിതപ്പ് അനുഭവപ്പെടുന്നു. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യേണ്ടി വരും. ചിലപ്പോൾ ഹാർട്ട് ഒന്ന് ചെക്ക് ചെയ്യേണ്ടതായിട്ട്, പ്രത്യേകിച്ച് പ്രായമുള്ള വ്യക്തിയാണ്, ഷുഗർ ഉണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്, പ്രഷർ ഉണ്ട്, അങ്ങനെയാണെങ്കിൽ നിർബന്ധമായിട്ടും ഒരു കാർഡിയോളജിസ്റ്റ് ഒന്ന് കാണിക്കുക, ഒരു എക്കോ ടെസ്റ്റ് എടുത്ത് നോക്കുക.